വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു ചെറിയ മോട്ടിവേഷനായിട്ടാണ്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒട്ടും സ്ട്രോങ് ആവാൻ പറ്റത്തില്ല. ഓരിങ്ങനെ പറയുമ്പോൾ ഞാൻ അപ്പോൾ അവരോട് പറയും ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിത് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇടുമ്പോൾ മേ ബി ഇതുപോലെ, അതായത് ഇപ്പം എൻ്റെ കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അവരൊക്കെ ചിന്തിക്കണ പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇത് മേ ബി കാണുകയാണെങ്കിൽ അഥവാ ഞാൻ പറയണതുകൊണ്ട് ഓരോന്ന് മോട്ടിവേറ്റ് ആയാലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത്. ആ ഫ്രണ്ട് ആരാന്നൊന്നും ഞാൻ വെളിപ്പെടുത്തണില്ല. അപ്പോൾ ഓരെന്നോടിപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾക്ക് പൊട്ടും സ്ട്രോങ് ആവാൻ പറ്റണില്ല. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഓൾ മാരേജ് കഴിഞ്ഞിട്ട് 2 months ഒക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ മാരേജ് കഴിഞ്ഞപ്പോൾ ഒക്കെ എന്തോ സ്ട്രോങ് ആവാൻ പറ്റണില്ല, ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞു പോവുകയാണ്, എനിക്ക് ഇന്നെ തന്നെ മിസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അടങ്ങിയിരിക്കൂല. ഞാൻ ഭയങ്കര പൊട്ടിത്തെറിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ഇപ്പം എനിക്ക് അതിന് പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് ചോദിച്ചു എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് എത്ര ആയി എന്നാണ് ചോദിച്ചത്, അല്ല പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് 2 മാസം എന്ന് പറഞ്ഞു. ഈ 2 മാസത്തിൽ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആ ഒരു വീട്ടിലത്തോരെ അല്ലെങ്കിൽ അവിടെ ഉമ്മ ഉപ്പ അവിടുത്തെ ഏത് റിലേറ്റീവ്സോ കസിൻസോ ആരും ആയിക്കോട്ടെ, നമ്മൾ വിചാരിക്കണത് എന്താ, നമ്മൾ പ്രതീക്ഷിക്കണം, എക്സ്പെക്റ്റ് ചെയ്യാണ്. നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷനേ കാരണം ഒരു നമ്മളോട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും. അതുപോലെ ഓരും നമ്മളെക്കുറിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇപ്പോൾ വന്ന് കയറുന്ന മരുമകൾ ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അങ്ങനെ ഓരും എക്സ്പെക്റ്റ് ചെയ്യണുണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അതുപോലെ അല്ല ഇവർ എന്ന് നമുക്ക് തോന്നുകയാണ്. അതായത് നമ്മൾ തിരിച്ചറിയാണത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഇങ്ങനെയൊക്കെ ആണ്, പക്ഷെ അതുപോലെ അല്ലല്ലോ ഇവർ, അതെന്താ അങ്ങനെ തോന്നണം. അപ്പോൾ ഇവരെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന റിയാക്ഷൻസോ അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള ഓരോ സംസാര രീതി അത് നമ്മളെ വേദനിപ്പിക്കും. ഓക്കെ, ഇപ്പോൾ ഏതൊരാളും കല്യാണം കഴിഞ്ഞാൽ ഒരു 2-3 മാസം, ഒരു 2 or 3 months ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു ഇഷ്ടപ്പെടണം, അത് കാണിച്ചാണ് നടക്കുക അല്ലേ. നമ്മൾ എന്താ, അതായത് നമ്മളായിട്ട് എല്ലാ സമയത്തും നിൽക്കുന്നത്, നമ്മൾ ഓർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ആണ്. നമുക്ക് അങ്ങനെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കല്യാണം കഴിച്ച് കൊണ്ടുപോയ അവിടുത്തെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ എന്താ കസിൻസ് റിലേറ്റീവ്സ് ആരും എല്ലാവരും ഇങ്ങനെ തന്നെ ആവും നമ്മളോടും പെരുമാറുക. ഒരു 2-3 months ഒക്കെ ഒരു നമ്മളോട് ഭയങ്കരമായിട്ട് എന്താ മരോളെ ഇടങ്ങാറാക്കാൻ പറ്റൂല, അവളോട് നല്ല രീതിക്ക് നിൽക്കണം, കയ്യിലെടുക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരും നമ്മളോട് അങ്ങനെയാവും പെരുമാറുക, നമ്മൾ ഓരോട് അങ്ങോട്ടും അങ്ങനെയാവും പെരുമാറുക. അപ്പോൾ ഈ ഒരു പെരുമാറ്റ രീതിയാണ് നമ്മളെ കൊണ്ടുപോയി കുയില് ചാടിച്ചണത്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു 2 മാസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എക്സ്പെക്റ്റേഷൻ അത് ഭയങ്കര കൂടുതലായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ടീമായിക്കോട്ടെ ഓർക്കും നമുക്കും എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര കൂടുതലായിരിക്കും. ഹസ്ബൻഡിനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, ഉമ്മ ഉപ്പ ബ്രദർ സിസ്റ്റർ എല്ലാവരും ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ നിൽക്കണേ അതുപോലെ അങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഏതൊരു മരുമകളായിക്കോട്ടെ ആരും കയറി വരുന്ന ഏതൊരു മരുമകളും വിചാരിക്കണില്ല ഈ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം, ഓരെ തമ്മിൽ അകറ്റണം, അല്ലെങ്കിൽ ഓരോ തമ്മിൽ അങ്ങനെ നോക്കണം, ഇങ്ങനെ അടി പിടിക്കുത്ത് വിട്ട് ഇതല്ല ഒരു കയറി വരുന്ന മരുമകൾ അവിടെ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. എൻ്റെ വീട്ടിലത്തെ പോലെ ആവണം, എനിക്ക് എൻ്റെ വീട്ടിലത്തെ പോലെ ഇവിടെ നിൽക്കാൻ കഴിയണം, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. പക്ഷേ ഈ ഒരു മരുമക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അഫ്കോഴ്സ് ഞാനൊരു മരുമകളാണ്. അപ്പോൾ ഈ മരുമക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്കാണെങ്കിലും നമ്മൾ ഈ 2-3 മാസത്തിന് വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമ്മളാവുക. അതായത് നമ്മളെ വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങി വന്ന് അതുപോലെ തന്നെ കല്യാണം കഴിച്ച വീട്ടിലാവുക. അല്ലാതെ ഓർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറുന്നത് കൊണ്ട് ഒരർത്ഥമില്ല. മേ ബി ഇപ്പോൾ നമ്മൾ ഓർക്ക് വേണ്ടി മാറുമ്പോൾ അപ്പോഴാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത് ഈ മാറ്റം. അതായത് നമ്മൾ
ഓർക്കും വേണ്ടിയിട്ടാണ് മാറുന്നത്. ഒരു അതുപോലെ എന്നോട് പെരുമാറിക്കോട്ടെ, ഒരു എന്നാലേ എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യുള്ളൂ, അങ്ങനെ വിചാരിക്കണോണ്ട് മാത്രമാണ് നമ്മളാവാതെ വേറെ ആരോ ആയിട്ട് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളായിട്ട് നിൽക്കുക. അതാണ് അവിടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ. എക്സ്പെക്റ്റേഷൻ അത് കുറക്കുകയും ചെയ്യുക. ഈ എക്സ്പെക്റ്റേഷൻ കുറക്കുമ്പോൾ നമുക്ക് ചേഞ്ച് ഉണ്ടാവില്ല. നമ്മൾ ഈ എക്സ്പെക്റ്റേഷൻ അധികമാകുമ്പോഴാണ് നമുക്ക് ചേഞ്ചസ് ഉണ്ടാവുക. അതായത് നമ്മൾ ചേഞ്ച് ചെയ്യണം, ഓർക്ക് ഇഷ്ടപ്പെടണം, ഓരെ നമ്മളങ്ങനെ ആക്കണം, അതിന് വേണ്ടിയിട്ട് നമ്മളും പ്രിപ്പയർ ആവുക. ഈ പ്രിപ്പയറിങ് നടക്കുന്നതോടൊപ്പം എക്സ്പെക്റ്റേഷനും കൂടുന്നു. ഈ എക്സ്പെക്റ്റേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഭയങ്കര സാഡായിട്ട് പോകും. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണ പോലെയല്ല നമുക്ക് അവിടുന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കരയൂലേ, നമ്മൾ സങ്കടപ്പെടൂലേ, നമുക്ക് സ്ട്രെസ്സായി ഒറ്റപ്പെട്ട പോലെയായി എല്ലാം ആകും. അപ്പം എന്ത് ചെയ്യുക? നമ്മൾ മാറാതിരിക്കുക, നമ്മളായിട്ട് നിൽക്കുക. അതായത് ഇപ്പോൾ ഓർക്ക് വേറൊരു ക്യാരക്ടറേക്കാരം, നമുക്ക് വേറൊരു ക്യാരക്ടറേക്കാരം. ഇപ്പോൾ ഓര് ഈ 2-3 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഓലെ ക്യാരക്ടറായിട്ട് വരും, നമ്മളും 2-3 മാസം കഴിഞ്ഞ് നമ്മളെ ക്യാരക്ടറായിട്ട് വരും. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഓർക്ക് പറ്റൂല, നമ്മളെ ക്യാരക്ടർ ഓർക്കും പറ്റില്ല. അപ്പം അവിടെ ഭയങ്കര ക്ലാഷ് തന്നെ. നമ്മളായിട്ട് നിൽക്കുക. അതിപ്പോൾ ഈ കയറി വരുന്ന മരോളോട് മാത്രമല്ല, ആ വീട്ടിലുള്ള ആൾക്കാരും അങ്ങനെ തന്നെ നിൽക്കുക. ഓരെന്താണോ അതുപോലെ ആയിട്ട് നിൽക്കുക. ഇതിപ്പോൾ എന്താ ഒരു 2-3 മാസം നല്ല ശീലിക്കും, നല്ല സ്നേഹത്തിൽ, നല്ല കിറുവിയിൽ സ്വന്തം മകളെ പോലെയൊക്കെ ആവും. ഒരു 3-ാമത്തെ മാസത്തേക്ക് ചാടിയിട്ടുണ്ടാവില്ല, അപ്പത്തിനും ഓരോ സ്വഭാവം മാറലടങ്ങും, പിന്തിരിയലടങ്ങും. അത് മരുമക്കളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മാറലടങ്ങും. അപ്പോൾ അത് മാറാതിരിക്കാനൊക്കെ ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലൊരു ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് തന്നെ നിൽക്കുക. അതാണ് ഏറ്റവും നല്ലൊരു പോകാൻ വഴി എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളായിട്ട് നിൽക്കുമ്പോൾ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ അങ്ങനെ ആകുമ്പോൾ ഓർക്കും അധികം എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല. അപ്പം നമുക്കും തന്നെ ഓലെക്കുറിച്ചും അധികം എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അവിടെ ഒരു തട്ടലും മുട്ടലും ചീറ്റലും ഇല്ലാതെ നമ്മളെ കാര്യങ്ങൾ നോക്കി അങ്ങനെ പോകും. അല്ല, വേറൊരു വീടാണ്. അപ്പോൾ വേറൊരു വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉള്ള ആൾക്കാരുടെ ക്യാരക്ടർ വേറെ ആവും. നമ്മളെ ഉമ്മാരിപ്പാരും ക്യാരക്ടർ ആവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടർ ആവണമെന്നില്ല. അപ്പോൾ നമ്മളായിട്ട് നിൽക്കുക. ഓരെങ്ങനെയാണോ നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കുക. അതായത് കല്യാണം കഴിച്ച വീട്ടിലെ ഹസ്ബൻഡോ അല്ലെങ്കിൽ പാരൻസോ അല്ലെങ്കിൽ ബ്രദറോ സിസ്റ്ററോ എന്തോ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, എല്ലാവരെയും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓരങ്ങനെ ഇഷ്ടപ്പെടുക. അവിടെ ആവുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് പോകും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ നമ്മൾ എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മളെ തന്നെയാണ് ബുദ്ധിമുട്ടുന്നത്. ഓക്കെ, നമ്മൾ തന്നെ സാഡായിട്ടിരിക്കുകയാണ്. എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ നന്നായിരിക്കും, എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നിടത്തോളം നമുക്ക് നമ്മളെ സങ്കടങ്ങളും സ്ട്രെസ്സുകളും കൂടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മളായിട്ട് നിൽക്കുക. അത് ഹസ്ബൻഡിൻ്റെ അടുത്തായിക്കോട്ടെ. പിന്നെ പൊതുവെ ഓരും നമ്മളങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഓരോ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലേ ഞാൻ. ഇപ്പോൾ ഹസ്ബൻഡ് പാരൻസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ ഓരോ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതേപോലെ ഓര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങും. അതാകുമ്പോൾ വലിയ പ്രശ്നങ്ങളും തട്ടലും മുട്ടലും ഒന്നുമില്ലാതെ അങ്ങനെ പോകും. പിന്നെ എന്നോട് ഓള് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹസ്ബൻഡിൻ്റെ അടുത്ത് പ്രശ്നമൊന്നുമില്ല, ഹസ്ബൻഡും ഞാനും ഭയങ്കര സ്നേഹത്തിലാണ്, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഹസ്ബൻഡ് വീട്ടിലാണ് പ്രശ്നം. അപ്പോൾ വീട്ടിലത്തെ പ്രശ്നം ഇതുകൊണ്ടൊക്കെയാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷനൊക്കെ കൊണ്ട് കുറച്ചിട്ട് നമ്മളായിട്ടാണ്ട് നിന്നാൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളു നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും സങ്കടങ്ങളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ മോട്ടിവേറ്റഡ് ആയി എന്നല്ല ഞാൻ പറയണത്, മേ ബി മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം, നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്താ, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.